എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം വിഷമം ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് വഖഫ് അമെൻമെന്റ് ബിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ കുറേ നേതാക്കന്മാർ ആ സ്പീക്കറെ പോയി കണ്ട് അത് നീട്ടിവെക്കണം. അതായത് JPC സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് 29 നവംബർ 29 അത് JPCയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് പാർലമെന്റിൽ. പക്ഷേ അവർക്ക് കൂടുതൽ സമയം വേണം. അതായത് വഖഫിന്റെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, തമിഴ്നാട്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇവിടേക്ക് പോയി അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും അവരുടെ വഖഫിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും കൂടുതൽ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഈ പാർലമെന്റിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് നീട്ടി നൽകണമെന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടം നേതാക്കന്മാർ സ്പീക്കർ ഓം ബിർളയെ കണ്ട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഈ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ വഖഫ് ബില്ല് പാസ്സാവാൻ സാധ്യതയില്ല. അടുത്ത സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് സെഷൻ, അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് അടുത്ത സെഷൻ. ആ സെഷനിലും പാസ്സാവാൻ ചാൻസ് ഇല്ല. അതായത് കൂടുതലും സർക്കാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ അതിനിടയിൽ ഈ വഖഫ് പോലെയുള്ള ബില്ലുകൾ എടുത്തിടാൻ സർക്കാരിന് സാധ്യതയില്ല. അപ്പോൾ ഇതേ പ്രതിപക്ഷ പാർട്ടികൾ മാധ്യമങ്ങളിലൂടെയും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രചരിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. BJP വഖഫ് ബില്ലിന് മേൽ രാഷ്ട്രീയം കളിക്കുകയാണ്. അതായത് BJPക്ക് ഗുണമുള്ള ഒരു കാര്യമായതുകൊണ്ട് അവർ നീട്ടി കൊണ്ടുപോകാനാണ് സാധ്യത. അവർ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ എന്താണെന്ന് നോക്കാം. സാധാരണ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അതായത് നാട്ടിൽ നമുക്കൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആദ്യം സമീപിക്കുക ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കും, അല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. അപ്പോൾ പഞ്ചായത്ത് മെമ്പർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കാണും. അപ്പോൾ ഇയാളുടെ കയ്യിലും ഇദ്ദേഹത്തിൻ്റെ കയ്യിലും നിൽക്കാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ MLA കാണും. അപ്പോൾ മുനമ്പംകാരെ സംബന്ധിച്ചിടത്തോളം ഈ MLA, അതായത് മുനമ്പം നിൽക്കുന്നത് അസംബ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പിൻ അസംബ്ലിയാണ്. അവിടുത്തെ MLA A. ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ ഒരു CPM പ്രതിനിധിയാണ്. അതായത് ഈ മുനമ്പങ്ങാർ ചെന്ന് കാണേണ്ടത് ഈ MLA ആണ്. ഇതേ MLAയും 140 MLA അസംബ്ലിയിൽ ഒരേപോലെ LDFിൻ്റെയും UDFിൻ്റെയും 140 MLAമാർ ചേർന്ന് ഈ ബില്ലിനെതിരെ, അതായത് ഈ ബില്ല് നിങ്ങൾക്ക് അറിയാലോ, ഈ ബില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലിലെ പല വ്യവസ്ഥകളും ഈ വഖഫിൻ്റെ കിരാതമായ നിയമങ്ങളെ അത് ജനങ്ങൾക്ക് അനുകൂലമാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ അമെൻമെൻറ്റ് ബില്ലിൽ ഉള്ളത്. അപ്പോൾ അത് വായിച്ചു നോക്കാതെ പോലും അതിനെ ഏകകണ്ഠമായി ഈ 140 MLAമാരും അതിനെ എതിർത്ത് പാർലമെൻറ്റിൽ പ്രമേയം പാസ്സാക്കി. അപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങൾ ആരോട് പോയി പറയും? പിന്നീട് അടുത്ത കാറ്റഗറി എന്ന് വെച്ചാൽ MLA കയ്യിൽ നിൽക്കാത്ത കാര്യമാണെങ്കിൽ നേരെ ചെല്ലേണ്ടത് MPയുടെ അടുത്താണ്. അവരുടെ MPയാണ് ഹൈബി. ഇതേ ഹൈബിയുടെ പാർട്ടിയാണ് പാർലമെൻറ്റിൽ, അതായത് വഖഫിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനേ പാടില്ല എന്നൊരു സ്റ്റാൻഡാണ് അവർ. ശരിക്കും അവർ ചെയ്യേണ്ടത് എന്താണ്? അതായത് അത് പഠിച്ച് ക്രിയേറ്റീവായ ഇൻപുട്സ് കൊടുത്ത് ആ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കണം എന്നല്ലേ ഈ ഹൈബിയുടെ പാർട്ടി പറയേണ്ടത്. അതിന് പകരം പാർലമെൻറ്റിൽ അങ്ങനെ ഒരു ഡിസ്കഷനേ വേണ്ട, ആ ഒരു ബില്ല് കൊണ്ടുവരേ വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇതേ ഹൈബിയുടെ. ശരിക്കും മുനമ്പങ്കാർ ചെയ്യേണ്ട എന്താണെന്ന് അറിയും? അതായത് അവിടെ ടെൻറ്റ് കെട്ടി സമരം ചെയ്യുന്നതിന് പകരം ഈ ഹൈബിയുടെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യണം. അതായത് ഇവനൊക്കെയാണ് കാരണം. ഇവൻ്റെ അടുത്ത് പറയാം, അതായത് നിങ്ങളുടെ MP ആണ്, നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട MPയും MLAമാരും ഒക്കെ, അതായത് MLAമാരിൽ അസംബ്ലി അതായത് 140 MLAമാരും ഒത്തുചേർന്ന് ഇതിനെതിരെ പ്രമേയം പാസ്സാക്കുന്നു. അതായത് ജയിപ്പിച്ചുവിട്ട MPയുടെ പാർട്ടിയും അവരുടെ ആൾക്കാരും പാർലമെൻറ്റിൽ ഇത് സംസാരിക്കാനേ പാടില്ല, ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാനേ പാടില്ല എന്നൊരു വ്യവസ്ഥയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ജയിപ്പിച്ചിട്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്കൊന്നും വേണ്ടാത്തൊരു ബില്ല് നരേന്ദ്രമോദി എന്ത് റിസ്ക് എടുത്തിട്ടാണ് പാസ്സാക്കി തരേണ്ടത്? അതിലൊരു ന്യായം വേണ്ടേ? അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അവരും രാഷ്ട്രീയം കളിക്കില്ല അതിനകത്ത്. അതായത് രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്. രാജ്യസഭയിൽ വേണമെങ്കിൽ ഇവർ ആരോടും ഇതില്ലാതെ ഈ ബില്ല് പാസ്സാക്കാൻ പറ്റും. പക്ഷേ ലോകസഭയിലേക്ക് വരുമ്പോൾ എന്താ അവസ്ഥ? BJPക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല. അതായത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ സഹായത്തോടു കൂടിയാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. അതായത് ലോകസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ്, ആരെ വിശ്വസിച്ചാണ്? അതായത് ഈ നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനും വിശ്വസിച്ചിട്ട് വേണമോ നരേന്ദ്രമോദി ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ? ഇവരെങ്ങനെ വിശ്വാസത്തിലെടുക്കും? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഇവന്മാരെ എന്ത് വിശ്വാസത്തിലെടുത്ത് BJP എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്? അതായത് അവർക്കും 5 വർഷം ഭരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ കേരളത്തിലെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട MLAമാർക്കും MPമാർക്കും വേണ്ടാത്തൊരു കാര്യം BJP റിസ്ക് എടുത്ത് പാസ്സാക്കണം പറയുന്നതിനുള്ള ഔചിത്യം എന്താണ്? ജനങ്ങളെ മുനമ്പത്തുകാരോടുള്ളൊരു ചോദ്യമാണ്.
അതായത് സൗകര്യമില്ല. അതായത് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും ഇത് പാസ്സാക്കാൻ ഇപ്പോൾ സൗകര്യമില്ല. അത് ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ എം എൽ എമാരും എം പിമാരും ഒരു കാര്യം ചെയ്യും, ഹൈബീഡിനെ പിടിച്ചു നിർത്തുക. ഹൈബീഡിനെ അടുത്ത തവണ കാണുമ്പോൾ പിടിച്ചു നിർത്തി ചോദിക്കുക, ഈ വഖഫ് ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിക്കൂടെ, പാസ്സാക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല എന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി, അദ്ദേഹം കാറിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തി ചോദിക്കുക. അതേ ചോദ്യം നിങ്ങളുടെ എം എൽ എ ഉണ്ണികൃഷ്ണനോടും ചോദിക്കുക. അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെതിരെ, ഈ ബില്ലിനെതിരെ, അതായത് ഞങ്ങൾ മുനമ്പംകാർക്ക് ഫേവർ ആവുന്ന ഒരു ബില്ലായിരുന്നു അത് എന്തുകൊണ്ട് നിങ്ങൾ അസംബ്ലിയിൽ അതിനെതിരെ പ്രമേയം പാസ്സാക്കി, അതിന് എല്ലാ എം പിമാരും എന്തിനു കൂട്ടിയിരുന്നു? അത് ഈ എം എൽ എ ഉണ്ണികൃഷ്ണനെ തടഞ്ഞു നിർത്തി നിങ്ങൾ ചോദിക്കണം. മുനമ്പത്തുകാരെ, നിങ്ങൾ സമരം ചെയ്യേണ്ടത് ശരിക്കും ഹൈബീഡിൻ്റെ വീട്ടിന് മുന്നിലാണ്. ആദ്യം നിങ്ങൾ അത് ചെയ്യും. അതിന് മുതിരാതെ നിങ്ങൾ ബി ജെ പി പാർലമെൻറ്റിൽ പാസ്സാക്കണമെന്ന് പറഞ്ഞ് കരയല്ലേ. നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും തൽക്കാലം അതിന് സൗകര്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെ വിശ്വാസത്തിലെടുത്താണ് ഈ നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും വിശ്വാസത്തിലെടുത്ത് എന്തിനാണ് അത്ര റിസ്ക് എടുക്കുന്നത്? ബി ജെ പി പാർലമെൻറ്റിൽ പാസ്സാക്കണം. എന്തിൻ്റെ റിസ്ക്കാണ്? എന്തിനാണ് ബി ജെ പി എന്തിനാണ് റിസ്ക് എടുക്കേണ്ട ആവശ്യം? അതായത് മുനമ്പത്തുകാരുടെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ പോലും ഇലക്ഷൻ, അവിടെ ഒരു പഞ്ചായത്ത് ഇലക്ഷനോ എന്തെങ്കിലും ഇലക്ഷൻ നടന്നാൽ പോലും നിങ്ങൾ ജയിപ്പിച്ചുകൂടാ ഈ കോൺഗ്രസ്സുകാരനോ സി പി എമ്മുകാരനായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര പ്രബുദ്ധരാണ്. മലയാളികൾ, നിങ്ങൾ മാത്രമല്ല, മലയാളികൾ പൊതുവേ ഭയങ്കര പ്രബുദ്ധരാണല്ലോ. അപ്പോൾ നിങ്ങളെ പ്രബുദ്ധത തുടരട്ടെ. ആ പ്രബുദ്ധത തുടരുന്നതിനിടയിൽ ബി ജെ പി എന്ത് റിസ്ക് എടുത്തിട്ട് ഈ ബില്ല് പാസ്സാക്കണം എന്ന് പറഞ്ഞതിൽ ഒരു ഔചിത്യമില്ല. അപ്പോൾ ബി ജെ പിക്കും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് ഇപ്പം തൽക്കാലം സൗകര്യമില്ല അത് പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ച് കാലം നിങ്ങളത് ബില്ലൊക്കെ പഠിച്ചിരിക്കുക, എന്നിട്ട് അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ എം എൽ എമാരെ എം പിമാരെ തടഞ്ഞു നിർത്തി അവന്മാരോട് അതായത് ഇത് പോയി പാസ്സാക്കാൻ, ഇതിന് അനുകൂലമായി സംസാരിക്കാൻ പറയുക. പാർലമെൻറ്റിലായാലും അസംബ്ലിയിലായാലും അനുകൂലമായി സംസാരിക്കാൻ പറയുക. ഈ എം എൽ എമാരെയും എം പിമാരെയും തടഞ്ഞു നിർത്തി. അപ്പോൾ നിങ്ങൾ ആ സമരപ്പന്തൽ പൊളിച്ച് നേരെ ഹൈബി ഈഡൻ്റെ വീട്ടിൽ മുന്നിൽ സമരം ചെയ്ത് കഴിഞ്ഞാൽ വല്ലതും നടക്കും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അതായത് ബി ജെ പി റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ബി ജെ പിക്കാർ ചിന്തിച്ചാൽ ഒരു തെറ്റും പറയാനില്ല. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ടാവും. അവർക്ക് എന്താ പറയുക, പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ല. ഈ നിതീഷിനെയായാലും ചന്ദ്രബാബു നായിഡുവിനായാലും ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ആദ്യം നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട എം എൽ എയും എം പിമാരെയും തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിക്കുക. ഈ വഖഫിൽ എന്തായി, അതായത് വല്ലതും നടക്കുമെന്നുള്ള കാര്യം അവരോട് ചോദിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.